പ്രധാനമന്ത്രി മോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്. ഇന്ത്യൻ കർഷകരെ സംരക്ഷിക്കുക. जिंदाबाद जिंदाबाद केरला कर्षक संघम जिंदाबाद मोदी सरकार तुलयट्टे मोदी सरकार तुलयट्टे मोदी सरकार तुलयट्टे. കർഷകരെ രക്ഷിക്കുക, കൃഷിയെ രക്ഷിക്കുക, ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക, ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളോടെയാണ് പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നത്. ചേർപ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി. വോഗീസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി വിരുദ്ധമായ പരിപാടിക്കെതിരെ നയത്തിന് വലിയ പ്രക്ഷോഭത്തിലാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഒന്ന് നീറ്റ് പരീക്ഷയായാലും ശരി, CBSE ആയാലും ശരി, UGC പരീക്ഷയായാലും ശരി, അവിടെയൊക്കെ തന്നെ ഈ മോഡി അധികാരത്തിൽ വന്ന ശേഷം നടത്തുന്ന കൃത്രിമങ്ങൾ, അതിനെതിരായാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യ തലസ്ഥാനങ്ങളിൽ വമ്പിച്ച പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളം ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാവ്, ആ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആളുകൾ അവിടെ ഇന്നലെ കയ്യേറ്റത്തിന് വിധേയരായിരിക്കുക. അവർ വളരെ വൈകിയെത്തിയവരാ. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘം MA ബേബിയും CPM-ന്റെ നേതാവ് സംഘം രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കുക. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് അവിടെ അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സമാധാനമായിക്കൊണ്ട് ഇന്ത്യയിലെ കർഷക ജനലക്ഷങ്ങളെ പ്രതികരിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വത്തിലുള്ള സംഘർഷ കിസാൻ മോർച്ച നേതൃത്വത്തിലുള്ള വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സമരങ്ങളൊക്കെ തന്നെ ഏകോപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഈ നെറികെട്ട നരേന്ദ്രമോദിയുടെ RSSന്റെ BJPയുടെ ജനതാ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ആളിപ്പടരാൻ പോവുക. കർഷക സംഘം ചേർപ്പ് ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ വിധത്തിലുള്ള കരാറുകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷികോൽപ്പന്നങ്ങൾ, ആ കാർഷികോൽപ്പന്നങ്ങൾ തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഈ മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാറുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ പറഞ്ഞ കാർഷികോൽപ്പന്നങ്ങൾ, ആ കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ആ ചുങ്കം ഇളവ് ചെയ്യുകയാണ്. കുറെ കാലങ്ങളായി തന്നെ കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഭരിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇപ്പോഴാണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് അതിൻ്റെ ചുങ്കം അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുന്ന വിധത്തിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുള്ളത്. PK ലോഹിതാക്ഷൻ, M ശ്രീരാഗ്, സ്റ്റെയ്നി ചാക്കോ, ജെയിംസ്, AK രാധാകൃഷ്ണൻ, ജോഷി ബാബു എന്നിവർ സംസാരിച്ചു.